റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പിന്തുണച്ചുള്ള NSS നിലപാടിന് പിന്നാലെ അനുനയ നീക്കവുമായി കോൺഗ്രസ്. ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ നേതാക്കൾ നേരിൽ കാണും. ശബരിമലയിലെ സർക്കാർ നിലപാടിൽ ആത്മാർത്ഥതയില്ലെന്ന് കീഴ്ഘടകങ്ങളിൽ വിശദീകരിക്കാനും പാർട്ടി തീരുമാനിച്ചു. NSSന്റെ നിലപാട് ഇരട്ടിപ്രഹരമായെന്ന വിലയിരുത്തലിലാണ് BJPയും. റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, NSS ഇടത്തേക്ക് സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുന്ന സമീപനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് ഇന്നലത്തെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ അഭിമുഖത്തിലെ മറുപടികളിലൂടെ വ്യക്തമായിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ വ്യക്തത വരികയാണോ ഈ പിന്തുണ സംബന്ധിച്ച്, നിലപാട് സംബന്ധിച്ച്? ഈ ഡാമേജ് കൺട്രോൾ എക്സസൈസ് ആരിലൂടെ നടത്താനാണ് കോൺഗ്രസും BJPയും ഒക്കെ ഇപ്പോൾ ആലോചിക്കുന്നത്? സുജയ, ഇന്നലെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ അഭിമുഖം പുറത്തു വന്നതോടെ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ ആശങ്കയിലായി. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് ഇങ്ങനെ കോൺഗ്രസ് വിരുദ്ധ നിലപാട്, അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇതിന് രൂക്ഷമായ വിമർശനം ഉയർത്തുന്നത്. BJP സമാനമായ സാഹചര്യത്തിലേക്ക് എത്തി. അതിനുശേഷം കോൺഗ്രസ് നേതാക്കൾ കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് NSSുമായി ആശയവിനിമയം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. KC വേണുഗോപാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തല, K മുരളീധരൻ അടക്കമുള്ള നേതാക്കളുമായി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ നല്ല ബന്ധത്തിലാണ്. ആ ഒരു രീതിയിൽ തന്നെ നേതാക്കൾ NSS ജനറൽ സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തും. ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെയാണ് തീരുമാനം. അതാണ് K മുരളീധരനും രമേശ് ചെന്നിത്തലയും ഒക്കെ പറഞ്ഞത്. NSSുമായി വളരെ അടുത്ത ബന്ധമാണ്. UDFനെ തകർക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഭാഗത്ത് ഉണ്ടാകില്ല. ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയത്തിന് ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിടവ് പരിഹരിക്കും, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. അധികം വൈകാതെ തന്നെ നേതാക്കൾ NSS ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിക്ക് വഴിയൊരുക്കും. നാമജപ ഘോഷയാത്രയടക്കം സംഘടിച്ചപ്പോൾ അതുമായി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സഹകരിക്കുകയും പല നേതാക്കൾക്കെതിരെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഇന്ന് പ്രതികരിച്ചതായി കണ്ടത് വിശ്വാസ പ്രശ്നത്തിൽ കോൺഗ്രസിന് ഉറച്ച നിലപാടില്ല എന്നതാണ്. അപ്പോൾ നിലപാടില്ലായ്മയുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്, പ്രത്യേകിച്ചും വിശ്വാസികളുടെ വിഷയത്തിൽ അന്ന് നാമജപ ഘോഷയാത്ര അടക്കം നടത്തുമ്പോൾ എപ്പോഴാണ് കോൺഗ്രസ് ആ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത് എന്നതടക്കം അദ്ദേഹത്തിന് മുന്നിലുള്ള വസ്തുതകളാണ്. അപ്പോൾ ഇക്കാര്യങ്ങളിൽ ദേവസ്വം മന്ത്രിയെ മുൻനിർത്തി സർക്കാർ നടത്തിയ നീക്കങ്ങൾ വിജയത്തിലേക്ക് എത്തി എന്ന് വേണ്ടേ കരുതാൻ? അത് മറികടക്കാൻ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി അധികം മാസങ്ങളില്ല. അത് മറികടക്കാൻ ഉറച്ചു നിന്നിരുന്ന വോട്ടുകൾ അതുകൂടി ഇളകി മാറുന്നത് തങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ ഇനി എന്താണ് കോൺഗ്രസിന് മുന്നിലുള്ള വഴി? സുജയ, അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു ആശയക്കുഴപ്പമുണ്ട്. കാരണം അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കില്ല എന്ന് പറഞ്ഞു, പക്ഷേ ആ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തിരുന്നില്ല. പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ ഉയർത്തി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞാൽ അയ്യപ്പ സംഗമവുമായി സഹകരിക്കുമെന്നായിരുന്നു UDF തീരുമാനം. പക്ഷേ മുഖ്യമന്ത്രി ആ കാര്യത്തിൽ വ്യക്തത വരുത്തിയുമില്ല. അത് യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങൾ ചുമത്തിയ കേസുകൾ പിൻവലിക്കുക, സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റ് പിൻവലിച്ച് പുതിയ അഫിഡവിറ്റ് സമർപ്പിക്കുക എന്നീ ആവശ്യങ്ങളായിരുന്നു. പിന്നീട് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും ഒരു വ്യക്തത വരുത്തണമെന്ന ആവശ്യം ഉയർത്തി. പക്ഷേ ഈ കാര്യത്തിൽ വ്യക്തതയില്ലാതായതോടെ ഇവിടെ കൃത്യമായി പറയുന്ന വാചകം ഇതാണ്: ആരെന്തൊക്കെ തീരുമാനമെടുത്താലും അവസാന തീരുമാനം സർക്കാരിന്റേത്. സർക്കാരിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആചാരങ്ങൾ നിലനിർത്തി പോകണം എന്നതാണ് NSSന്റെ ആവശ്യം. എത്ര പേർ പങ്കെടുത്തു എന്നതിലല്ല കാര്യം. അതോടൊപ്പം തന്നെ ശബരിമല ഉണ്ടായ കാലം മുതൽ വാവര് സ്വാമിയെ ആദരിക്കുന്നുണ്ട്. അപ്പോൾ ആ പരാമർശങ്ങളെ എതിർക്കുന്നു. ബദൽ സംഗമം നടന്നതിനെ അവിടുത്തെ ആൾക്കൂട്ടമല്ല കാര്യമെന്ന് പറയുന്നു. അങ്ങനെ പൂർണ്ണമായും സർക്കാരിനൊപ്പമാണ് എന്ന് കൃത്യമായി തന്നെ ജി സുകുമാരൻ നായർ ഇതുവരെ ഇത്രയും ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടില്ല എന്നതുകൂടി വെച്ച് വേണ്ടേ നമ്മൾ ഈ ഒരു സാഹചര്യത്തെ കാണാൻ? സാഹചര്യം മാറുകയാണ്. അത് LDFന് അനുകൂലമായി വരികയാണ്. റോഷിപാൽ, അസുജ, അങ്ങനെയാണ്. അതാണ് കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നത്. കാരണം ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രധാനപ്പെട്ട സമുദായ സംഘടനാ നേതാക്കളെയൊക്കെ എത്തിക്കാൻ അത് സർക്കാരിന് LDFന് സാധിച്ചു എന്നത് കോൺഗ്രസിനെ ആശങ്കപ്പെടുന്നു. മാത്രവുമല്ല, ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. പ്രധാനപ്പെട്ട 2 തെരഞ്ഞെടുപ്പുകൾ മാസങ്ങൾക്കപ്പുറത്ത് നടക്കുകയാണ്. ആ ഘട്ടത്തിൽ NSSുമായുള്ള പ്രശ്നങ്ങൾ തീർത്ത് LDF ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതാണ് ഉടനെ തന്നെ ഇടപെടാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. എങ്ങനെയെങ്കിലും NSSുമായുള്ള ഈ ആശയവിനിമയം, ആ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് NSSനെ വിശ്വാസം നേടിയെടുക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ആശങ്കയാണ്. കാരണം അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വലിയ പിന്തുണ സമുദായ സംഘടനകളുടെ ഭാഗത്ത് സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് UDF വിലയിരുത്തുന്നത്. പരസ്യമായി അയ്യപ്പ സംഘം പരാജയമാണെന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ ആശങ്കയായി മാറുന്നു. റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.